തെരഞ്ഞെടുപ്പ് അംഗം കഴിഞ്ഞു. മാമംഗത്തിൽ UDFന് 102 സീറ്റെന്ന മഹാഭൂരിപക്ഷം കേരളത്തിലെ ജനങ്ങൾ നൽകി. CPMനും അതുപോലെ തന്നെ ഇടത് മുന്നണിക്കും കനത്ത തിരിച്ചടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എന്നത് പകൽ പോലെ വ്യക്തമാണ്. CPIയും CPMും ഒക്കെ അവരുടെ രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ പരാജയത്തിൻ്റെ ഭീകരമായ അവസ്ഥ തുറന്ന് കാണിക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, ഇടത് രാഷ്ട്രീയ പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ എങ്ങനെയാണ് ഇടതുമുന്നണി നേതാക്കൾ, പ്രത്യേകിച്ച് CPMും CPIയും വിലയിരുത്തുന്നതെന്ന് എന്ന വാഗ്വാദങ്ങൾ ആണ് മാധ്യമങ്ങളിൽ മുഴുവൻ നിറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ താറടിച്ച് കാണിക്കാനും അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കാനും ഇടത് മുന്നണിയിലെ ചില തൽപര കക്ഷികൾ വലതു മുന്നണിയിലെ നേതാക്കളെക്കാൾ വളരെ ആവേശത്തോടുകൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന വളരെ ഭീകരമായ കാഴ്ചയും ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. കൊടുത്തപ്പോഴും അത് വാങ്ങി ഉണ്ടപ്പോഴും ഒരു കുഴപ്പവുമില്ലായിരുന്നു ഈ പല പാർട്ടി അനുഭാവികളെന്ന മേനി നടിക്കുന്ന ആളുകൾക്ക്. പല ആളുകളും ഈ ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് വലിയ സുഖലോലുപതയിൽ അമർന്ന് ഇരുന്നതിന് പ്രധാന കാരണം തന്നെ CPM അവരെ ഔദാര്യത്തോടുകൂടി നോക്കി എന്നതാണ്. ഒരു പക്ഷേയെങ്കിൽ അങ്ങനെയുള്ള പുഴുക്കുത്തുകൾ, ഞാൻ പറയുന്നത് സാഹിത്യ അക്കാദമിയിൽ തുടങ്ങാൻ നമുക്ക് K സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എന്തിന് സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരൊക്കെ പാർട്ടിയുടെ തണലിൽ വളർന്നതും പാർട്ടിയിൽ അഭിരമിച്ച് അല്ലെങ്കിൽ പാർട്ടിയുടെ ജിഹ്വകളായി നിന്നിട്ട് തിരിഞ്ഞ് കൊത്തിയതുമൊന്നും ആരും അല്ലെങ്കിൽ കാലം മറക്കുകയില്ല. അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും എന്നതിൽ തർക്കമില്ല. അവരൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ താഴേക്കിടയിലുള്ള ആളുകൾ എന്തുമാത്രം ചിന്തിക്കും? നടൻ വിനായകൻ പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസിൻ്റെ വിജയമല്ല, ഇടത് സഹയാത്രികരുടെ വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇടത് സഹയാത്രികർ ആയിരുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ CPMനെ ഇങ്ങനെ വെറുപ്പോടെയാണ് കണ്ടിരുന്നത് എന്നത് വ്യക്തമാണ്. ഞാൻ മുമ്പ് വാർത്തകൾ നിങ്ങളുമായി പങ്കുവച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു CPMകാരൻ പോയി പറയുകയാണ് എനിക്ക് ഈ ഭരണത്തിൽ, അല്ലെങ്കിൽ അയാൾ പറയുകയാണ് എനിക്ക് ഈ ഭരണത്തിൽ ഇഷ്ടമില്ല, ഞാൻ അസ്വസ്ഥനാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ്റെ ശൈലി ശരിയല്ല എന്ന് അയാൾ 10 പേരോട് പറയും. ആ 10 പേരും മാറി ചിന്തിക്കും. എന്നാൽ ഇയാളുടെ വോട്ട് CPMന് തന്നെ ലഭിക്കും. എന്നാൽ ഇയാൾ സംസാരിക്കുന്ന ഇയാളുടെ വാചകമടി കേട്ട 10 പേരും മാറിക്കുത്തും. അതുതന്നെയാണ് നടന്നത്. ഈ CPMകാരെന്ന് മേനി നടിച്ച്, അല്ലെങ്കിൽ ഇടത് സഹയാത്രികരെന്ന് മേനി നടിച്ച് നടന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഇമാതിരി വാചക കസർത്ത് നടത്തിയിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അത് പകൽ പോലെ വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയും. പിന്നെ പിണറായി വിജയൻ്റെ ഗുണഗണങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ സർവ്വസാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഗുണഫലം അറിഞ്ഞവരാണ്. പിന്നെ പാർട്ടി അനുഭാവികൾ സർക്കാരിനെ ഒറ്റുകൊടുക്കാൻ ഒരുമിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഒരു കൊടുങ്കാറ്റ് പോലെ അത് ആഞ്ഞു വീശുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നത് വലിയ വീഴ്ചയായി നമുക്ക് വിലയിരുത്താം. പാർട്ടിക്ക് ഉള്ളിൽ പാർട്ടി അനുഭാവികൾ, പാർട്ടി അണികൾ എന്ന് മേനി നടിച്ച് നടന്ന ആളുകൾ, പാർട്ടിയുടെ ചെങ്കൊടിത്തണലിൽ വിരാജിച്ചിരുന്ന ആളുകൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന വലിയ ബോധ്യം പാർട്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേയെങ്കിൽ ഈ കനത്ത പരാജയം ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഒരു പാർട്ടിക്കാരനെയും, ഒരു CPMകാരനെയും, ഒരു CPIക്കാരനെയും അവിശ്വസിക്കുകയുമില്ല. കാരണം അവർ ഒരിക്കലും അങ്ങനെ പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നവരായിരിക്കില്ല എന്ന ഉറച്ച വിശ്വാസമാണ് മിക്കവാറും എല്ലാ CPM അനുഭാവികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമുള്ളത്. പക്ഷേ ഇക്കുറി ആ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുകയും ഒറ്റുകൊടുക്കുകയും ചെയ്തു. പിണറായിയുടെ ചോര കുടിക്കാൻ ഓടി നടക്കുകയായിരുന്നു ഇവറ്റകൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പാർട്ടിയുടെ തണലിൽ ജോലി കിട്ടിയവരുണ്ട്, പാർട്ടിയുടെ തണലിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയവരുണ്ട്, പാർട്ടിയുടെ തണലിൽ വലിയ വലിയ അവാർഡുകൾ കിട്ടിയ ആളുകളുണ്ട്. പാർട്ടി എന്ന് മരിച്ചു നടന്ന കുറേയധികം ആളുകൾക്ക് കനത്ത തിരിച്ചടി നൽകിയത് ഇമാതിരിയുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ആളുകളാണ് എന്ന് പറയുന്നതിൽ ഒരു മടിയും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ മാധ്യമങ്ങളുടെ കടുത്ത വിമർശനങ്ങൾ,
മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു വിഷയമായിരിക്കാം, പക്ഷേ ചർച്ചയ്ക്കിടയിൽ പുട്ടിന് പീല ഇടുന്നത് പോലെ പിണറായിയെ 10 തെറി പറയുന്ന അവതാരകന്മാർ. ഒരു കാര്യവുമില്ലെങ്കിലും ചർച്ചയുടെ വിഷയം എന്താണ് പിണറായി അല്ലെങ്കിൽ കൂടി പിണറായിയെ 10 തെറി, പുട്ടിന് പീല ഇടുന്നത് പോലെ പിണറായിയെ 10 തെറി പറയുന്ന ശീലം. അങ്ങനെ വീട്ടിലിരുന്ന് TV കാണുന്നവരും വീട്ടിലിരുന്ന് പത്രം മാത്രം വായിക്കുന്ന ആളുകളുമൊക്കെ ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പിണറായിയെ തെറി പറയുന്ന കാഴ്ചയാണ് കണ്ടത്. അതൊക്കെ വോട്ടായി മാറി എന്നതിൽ ഒരു തർക്കവുമില്ല. പിന്നെ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചില PR ഏജന്റുമാർ, അതിൽ മിക്കതും ഈ പറയുന്ന CPM നേതാക്കളുടെ മക്കളും അവരുടെ സിൽബന്ധികളും നടത്തുന്ന PR ഏജൻസികളാണ്. അവർക്ക് കാശുണ്ടാക്കാൻ മാത്രം ഇങ്ങനെ സർക്കാരിനെ പിഴിഞ്ഞ് കുറേ പരിപാടികൾ ആസൂത്രണം ചെയ്തു. അതിലൊന്നാണ് കേരളീയം, ആഗോള അയ്യപ്പ സംഗമം, പിന്നെ ജനകീയ ജനസദസ്സ്, നവകേരള സദസ്സ്. ഇതൊക്കെ PR ഏജൻസികൾ സർക്കാരിനെ കൊണ്ട് കുരുക്കിലിട്ടതാണ്. അങ്ങനെ കുരുക്കിലിടാൻ പിന്നിൽ പ്രവർത്തിച്ചതും ഇമാതിരിയുള്ള ചില നേതാക്കളുടെ അടുത്ത ബന്ധുക്കളും അവരുടെ കമ്പനികളുമാണെന്ന സത്യാവസ്ഥ കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സത്യാവസ്ഥ കൂടി പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഈ പശ്ചാത്തലത്തിലൊക്കെ പല ആളുകളും പാർട്ടിയെ മുതലെടുക്കുകയും പാർട്ടിക്ക് വേണ്ടി ഘോഘോ വിളിച്ച് മുന്നിൽ നിന്ന് വെളുക്കച്ചിരിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്ത ആളുകളെ പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എന്നതാണ്. തിരിച്ചറിയണം, ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നാണ് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഫലപ്രഖ്യാപനം കാണുമ്പോൾ CPMന് അല്ലെങ്കിൽ CPIക്ക് ഇടതുമുന്നണിക്കേറ്റ കനത്ത തിരിച്ചടി കാണുമ്പോൾ ഒന്ന് വ്യക്തമാകുന്നത്. ഈ കള്ളനാണയങ്ങളെ, കപട നാണയങ്ങളെ കഴുകി പുറത്താക്കണം. അവരെ പുറത്താക്കിയ ശേഷം പാർട്ടിയെ ഒന്ന് പ്യൂരിഫൈ ചെയ്യണം, ഫിൽട്ടർ ചെയ്ത് എടുക്കണം. അത് ഉറപ്പായും നടക്കും. അത് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹം പറഞ്ഞത്. അടിസ്ഥാന ശില മുതൽ, ബ്രാഞ്ച് തലം മുതൽ മുകളിലോട്ട് സമ്മേളനങ്ങൾ നടത്തും, അവരുമായി ചർച്ചകൾ നടത്തും, എന്നിട്ട് കൃത്യമായി തിരുത്തുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും ഇത് തന്നെ. പക്ഷേ അവിടെയൊക്കെ ബ്രാഞ്ചിലും LCയിലും AC ഒക്കെ കുറേ വെളുക്കച്ചിരിക്കുന്ന പുങ്കവന്മാരെ നേരിട്ട് കാണുക കൂടി ചെയ്ത ഈ ഒരു ഇലക്ഷൻ കാലമാണിത്. വെളുക്കച്ചിരിച്ചിട്ട് ഇപ്പോൾ എല്ലാം ചെയ്തു കളയുമെന്ന് പറയും. എന്നിട്ട് ഓടി നടന്ന് നാട് നീളെ നടന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് പിരിവ് നടത്തിയ കുറേ കപട നാണയങ്ങളുണ്ട്. യുവന്മാരൊക്കെ നാളെയും ഈ മീറ്റിങ്ങിലൊക്കെ വന്നിരുന്ന് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് തള്ളാനുള്ള സാധ്യതകളുമുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുവേണം പാർട്ടി പ്രവർത്തിക്കാൻ. എന്നിട്ട് പാർട്ടിയുടെ സൈബർ വിങ്ങിൻ്റെയൊക്കെ ചുമതല ഒരു പക്ഷേങ്കിൽ ആ പോരാളി ഷാജിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറേ കൂടി ഭംഗിയായി ചെയ്യും. അല്ലാതെ ഈ ബൗദ്ധിക ഇടപെടൽ, ബുദ്ധിജീവി ലൈനിലുള്ള സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ മരവിച്ച ഭാഷയിലുള്ള സംഭാഷണങ്ങൾ, ചത്തുമലച്ച വാക്കുകൾ എടുത്ത് അമ്മാനമാടൽ, ഇതൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഉപേക്ഷിക്കാനും ഈ പറയുന്ന ആളുകൾ തയ്യാറായാൽ തീർച്ചയായും ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ ഇതാണ്. ഈ ഒരു ചത്തുമലച്ച വാക്കുകൾ കൊണ്ട് ആളുകളെ പ്രീതിപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച കുറേയധികം പോരാളിമാരുണ്ട്. ചത്തുമലച്ച വാക്കുകൾ, അതൊക്കെ അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വൃത്തിയായി മനുഷ്യരോട് കള്ളം പറയാതെ സത്യസന്ധമായി ഇടപെടുന്ന, മനുഷ്യരുമായി സഹകരിക്കുന്ന ആളുകളെയൊക്കെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൂടി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒരു പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പോരാളി ഷാജിയൊക്കെ സൈബർ വിങ്ങൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതേ മാനസിക അവസ്ഥയോടുകൂടി പാർട്ടിയെ സംരക്ഷിക്കാനും ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു ബോധ്യം പാർട്ടിക്കാർക്കുണ്ടാകണം. കള്ളനാണയങ്ങളെ എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കാനുള്ള ആർജവം പാർട്ടി നേതൃത്വം കാണിക്കും. പിണറായി സഖാവിനെ തെറി പറഞ്ഞത് കൊണ്ട് ആത്മനിർവൃതിയിലും രതിയിലുമായിരിക്കുന്ന കുറേ അധികം പാർട്ടിക്കാരുണ്ട്. അവന്മാരെയൊക്കെയാണ് അധികം കഴുകി വെടിപ്പാക്കേണ്ടത് എന്ന സത്യമാണ് പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്.